നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കാം. അതായത് ചുരക്കയുടെ പച്ചടി, ബോട്ടിൽ ഗാർഡിൻ്റെ പച്ചടി. പച്ചടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെയും പച്ചക്കറിയുടെയും കോമ്പിനേഷൻ. പച്ചക്കറി എപ്പോഴും സെർവ് ചെയ്യുക തണുത്തതായിരിക്കും, ചൂടുള്ള പച്ചടിയൊന്നുമില്ല. തണുത്ത വെജിറ്റബിളിലായിരിക്കും നമ്മൾ തൈര് ഒഴിക്കുക. തൈര് സാധാരണ ചൂടാക്കാറില്ല, അതിൻ്റെ ന്യൂട്രീഷനൊക്കെ മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ചുരക്കയുടെ പച്ചടി, ചുരക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽസിൻ്റെ കലവറയാണ്. അയൺ, അതേപോലെ ഫോസ്ഫറസ്, മഗ്നീഷ്യം എല്ലാം ഉണ്ട്. ബോൺ ഹെൽത്തിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കാലറി വളരെ കുറവാണ്. ഇപ്പോൾ വെയിറ്റ് ലോസുകാർക്ക്, ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു വെജിറ്റബിളാണ് ചുരക്ക. ഇത്രയാണ് നമ്മുടെ ചുരക്കേനെ പറ്റി. അപ്പോൾ ചുരക്കയുടെ കൂടെ തൈരും വരുമ്പോൾ എന്താവും, തൈരിൽ കാൽഷ്യം, പ്രോട്ടീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുരക്ക പച്ചടിയുടെ ന്യൂട്രീഷൻ എൻഹാൻസ് ആവും. അതാണ് ഇവിടെ നമ്മുടെ ചുരക്ക പച്ചടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പച്ചടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കടുക് വറുത്തിടാൻ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ കടുകെണ്ണയാണ്. നമ്മൾ സാധാരണ പച്ചടിയിൽ ഉപയോഗിക്കാറ് വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണേക്കാളും 10 ഇരട്ടി ബെനിഫിറ്റ് കടുകെണ്ണയിലുണ്ട്. അതായത് കടുകെണ്ണ ഹാർട്ടിന് എന്തായാലും LDL ഒക്കെ കുറയ്ക്കാനും, ബാക്കി അതുപോലെ മിനറൽസിൻ്റെ കലവറയാണ്. നമ്മുടെ മസ്റ്റർഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ കടുകെണ്ണ എന്ന് പറയണ്ട. നമ്മൾ അച്ചാറിലൊക്കെ എത്ര വെച്ചാൽ കടുകെണ്ണ ഉപയോഗിച്ച ഫ്ലേവർ എൻഹാൻസ് ആവും, അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് കടുകെണ്ണ ഉപയോഗിച്ച് ഒന്ന് വറുത്തിട്ട് നോക്ക്, എന്നാലല്ലേ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കി തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാൻ ആദ്യം നല്ല ഇളയ ചുരക്ക ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ചുരക്ക ഗ്രേറ്റഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തന്നെ ചുരക്ക കുറച്ച് ഉപ്പിട്ട് വേവിക്കുക. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ തൈര്, നല്ല കട്ട തൈരാണ്. ഒരു 100 ഗ്രാം തൈരുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്യുക. പിന്നെ അതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പരിപാടിയാണ് നമ്മുടെ കടുക് വറുത്തിടൽ. അപ്പോൾ നമ്മളിവിടെ കടുക് വറുത്തിടലാണ് ഒരു ട്വിസ്റ്റ്. അതായത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് പച്ചടിയിൽ കടുക് വറുത്തിടാൻ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ കടുകെണ്ണയാണ്. അതായത് നമ്മുടെ ഈ പച്ചടിയിലെ ന്യൂട്രീഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടുകെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. കടുകെണ്ണ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. കടുകിൻ്റെ സ്മെല്ല് അങ്ങനെയൊന്നും വരുന്നില്ല. കടുകെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ വറുത്തിടാൻ എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചടിയിൽ വറുത്തിടുന്ന പോലെയല്ല, കുറച്ച് മോര് കറിയിൽ വറുത്തിടുന്ന പോലെ. കടുക്, ജീരകം, പച്ചമുളക്, വേപ്പില, ഉലുവ ഇതെല്ലാം കൂടെ നല്ലപോലെ വറുക്കണം. എന്നിട്ട് അത് വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ തണുത്തിട്ടുള്ള ചുരക്ക വേവിച്ചതുണ്ടല്ലോ, അത് നമ്മുടെ തൈരിൽ മിക്സ് ചെയ്യുക. പിന്നെ വറവിൽ കുറച്ച് പൊടി, എരിവിന് വേണ്ടിയിട്ട്, കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് ആ ചുരക്കയും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നമ്മുടെ ഈ വറവിടുക. അപ്പോൾ വരുന്നൊരു ഫ്ലേവർ ഉണ്ട്. കടുകെണ്ണയല്ലേ, നല്ല അടിപൊളി ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്ലേവർ. അപ്പോൾ ഈ ചുരക്ക പച്ചടി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കിയേ, എൻ്റെ അഭിപ്രായം അറിയിക്കണം.